ഹായ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ട് രാവിലെ എണീച്ച് കുഞ്ചു ഓരോ ജോലിയിലാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള നേരത്തിന് ഇങ്ങനെ നടക്കുകയാണ് രാവിലെ എണീച്ചിട്ട്. അപ്പോൾ അവിടെ കുറച്ച് ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചെറിയ കൃഷികളൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിലാണ്. നമുക്ക് അത്യാവശ്യമുള്ളത് സെറ്റാക്കാമെന്നുള്ള പരിപാടിയിലാണ്. രാവിലെ വെയിലിൻ്റെ ഒരു ഇത് കയറി വരുന്നുണ്ട്. രാവിലെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്തു. എന്തെങ്കിലുമൊക്കെ പയറോ എന്തെങ്കിലുമൊക്കെ നടാമെന്ന് വിചാരിച്ച് കോഴിക്കോടിന് വേണ്ടി സെറ്റ് ചെയ്തതാണ്. കോഴിയൊന്നും ഇല്ല, അപ്പോൾ നമുക്ക് അതിലോട്ട് എന്തെങ്കിലും പടത്തി കയറ്റാമെന്ന് വിചാരിക്കുന്നു. എല്ലാം പോച്ചയെല്ലാം കയറി എല്ലാം കാടൊക്കെ കയറി കിടക്കുന്നു. അപ്പോൾ രാവിലെ ഒരാൾക്ക് ഞാനൊരു ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ കറി വെക്കാൻ വേണ്ടിയുള്ള ജോലിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ലോണം മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലോണം ഇങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് എടുത്താട്ടെ. എന്നിട്ട് നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. ഉച്ചയ്ക്ക് ചിക്കനും ചോറൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കണം. കുഞ്ചു, അമ്മയൊക്കെ സഹായിക്കും. ഉള്ളിയൊക്കെ അരിഞ്ഞു കൊടുക്ക്. അപ്പം എന്താണ് നമ്മുടെ അരിക്കുള്ള പരിപാടികൾ അരിക്കിട്ട് സംഭവം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ അപ്പവും സാമ്പാറുമാണുള്ളത്. വേറെ കൂട്ടാനൊന്നുമില്ല. അപ്പം സാമ്പാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരാൾ എൻ്റെ കൂടെ നമ്മുടെ കുട്ടി ബ്ലോഗർ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്തോന്ന് അറിയത്തില്ല. എന്തോ കുഞ്ചു പറയുന്നേ? എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പോച്ച കഴിച്ചോ? ആണോ? ഓഹോ, അപ്പോൾ അബിയുവിൽ വീണ്ടും കായൊക്കെ കായ്ച്ചിട്ടുണ്ട്. പക്ഷേ ഒരെണ്ണം പഴുത്തായിരുന്നു. ചെറിയ ഇന്ന് രാവിലെ പറിക്കണമെന്ന് വിചാരിച്ചുള്ള രീതിയിലായിരുന്നു. പക്ഷേ കിളി വന്ന് കൊത്തിപ്പോയി. അതുകൊണ്ട് നമ്മൾ എടുത്തില്ല. പിന്നെ അതിൻ്റെ കുരു എടുത്തിട്ട് പാകിയിട്ടുണ്ട്. വേറൊരു ഒരു മോഡലേ ഉള്ളൂ. ഒന്നുകൂടെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചിക്കൻ റെഡിയായി. അതിൽ നല്ല പീസ് നോക്കി ഞാൻ കുഞ്ഞിന് മാറ്റി വെക്കും കേട്ടോ. അത് നമുക്ക് സ്കൂൾ കൊടുത്തു വിടാൻ വൈകിട്ട് ചോറിനൊക്കെ. പിന്നെ എല്ലാവരും കൂടെ കയറി കഴിഞ്ഞാൽ കിട്ടത്തില്ല. നമുക്ക് നല്ല പീസ് മാത്രം എല്ലില്ലാത്ത നോക്കി കൊച്ചിന് മാറ്റി വെക്കും. അങ്ങനെ അമ്മമാരൊക്കെ കരളുണ്ടെങ്കിൽ എനിക്ക് തരണേ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കരൾ ഞാൻ തരും. നല്ല പീസ് നോക്കി പറക്കി വെക്കാവുള്ളൂ. ഈ എല്ല് മാത്രം വെച്ചിട്ട് കാര്യമില്ല. 2 പീസെങ്കിലും വെക്കടി. ഇവിടെയുള്ളവർക്ക് എല്ല് മതി. എൻ്റെ കൊച്ചിന് പീസ് മതി. ഇവിടെ ഒരാൾ പ്രായം 19 ഉണ്ട്. ഇപ്പം അതൊരു 25 ആക്കാനുള്ള ശ്രമത്തിലാണ്. പ്രായമുള്ള ആളാണ് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്തോ ചെയ്യാനാണ് പറ. നമുക്ക് രണ്ടൊക്കെ കലക്കി കൂട്ടുന്നുണ്ട്. 50 വയസ്സുള്ള ആള് ഇനി 25 വയസ്സാകാനുള്ള പരിപാടിയിലാണ്. എൻ്റെ മുടിയെല്ലാം കറുത്തതാ. നല്ല അടിപൊളിയായിട്ട് കറുത്തിരിക്കാൻ. നിനക്ക് പ്രായമായി. ഏതാണ്ട് എല്ലാം കൂടെ കുഴച്ച് അലച്ച് വാരി തേക്കുന്നുണ്ട് തലയിൽ. അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാവായിരുന്നു. വേറെ ഒന്നും ഇല്ലാത്ത പോലെ എന്നെ നാണം കെടുത്താൻ വേണ്ടി മാത്രം നിങ്ങൾ വീഡിയോ എടുക്കാൻ മതിയാണ് എനിക്കറിയാം. അങ്ങനെ ഒന്നും സജിന് കേൾക്കത്തില്ല. ഭയങ്കര തൊലിച്ച് കത്തിയോളാം. നോക്കണം. ആ തേപ്പ നല്ലയില്ലാത്തത് എന്നാണ് നല്ലോണം തേക്ക്. ഉള്ളിലൊക്കെ അങ്ങോട്ട് കയറി അങ്ങോട്ട് പോട്ടെ. ഞാൻ തേച്ച് പിടിപ്പിച്ചു. തേച്ച് കുഞ്ചു ഇങ്ങോട്ട് മാറി നോടി. ഇല്ലേ നിന്റെ തലയിൽ നര വരും. അപ്പോൾ അതുകൊണ്ട് കുഞ്ചൂസ് പള്ളിയിലോട്ട് പോവുകയാണ്. പള്ളിയിൽ ഇന്ന് പരീക്ഷയൊക്കെയാണ്. അപ്പോൾ അതിന് പോവാണ്. അപ്പോൾ കുഞ്ചുവിൻ്റെ ഇന്ന് കുടുക്ക വഞ്ചിക്കകത്ത് പൈസയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ കുഞ്ചു പൈസയൊക്കെ ഇടുകയാണ്. ഇട്ടാട്ടെ. അപ്പം ഇന്ന് കുഞ്ചൂസ് പോവാണ്. അപ്പം പരീക്ഷയൊക്കെ പോയിട്ട് നല്ലോണം പറയണം കേട്ടോ. അപ്പോൾ ഫള്ള് ഫാസ്റ്റിങ് മേടിച്ചോണ്ടെങ്കിൽ പോരെ. അപ്പോൾ ഓക്കെ. അങ്ങനെ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഒരു കുളിയൊക്കെ പാസ്സാക്കി അങ്ങനെ ചിക്കനും കൂട്ടി ഒരു ചോറൊക്കെ കഴിച്ചു. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് പോയി. അപ്പം ഇതൊക്കെ തന്നെയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാനാ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.